അത് ഏറ്റവും വലിയ നല്ല ചിന്തയുള്ള ഒരു പരിപാടിയാണ്. കൊല്ലംകാർക്ക് ഭക്ഷണത്തോടുള്ള, പ്രത്യേകിച്ചും അഷ്ടമുടി കായലും കടലും ഒക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ, നമുക്ക് സന്തോഷം തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൊല്ലം പ്രദേശത്ത് തന്നെ പത്തനംതിട്ട വരെയൊക്കെ പോകും. പത്തനംതിട്ട, പിന്നെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, തിരുവനന്തപുരത്തൊക്കെ തന്നെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ചില ഫിഷ് സ്റ്റോളിൻ്റെയൊക്കെ മുമ്പിൽ വാടിയുടെ മത്സ്യം, വാടിയിൽ നിന്ന് കൊണ്ടുവന്ന മത്സ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബോർഡ് വെച്ചേക്കുന്ന കാണാം. കാഞ്ഞിരോട്ട് കായലിലെ മീൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷവും അഭിമാനവുമാണ്. കാര്യം നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിജയിപ്പിച്ചെടുത്ത ബ്രാൻഡുകളാണിതെല്ലാം. അപ്പോൾ അങ്ങനെ എന്നും എല്ലാ കാലത്തും കൊല്ലം ജില്ല ഭക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുമ്പോഴും ആലപ്പുഴയ്ക്ക് പോകുമ്പോഴും ഇനി കോട്ടയത്തോട്ട് പോകുമ്പോഴും ഒക്കെ റെസ്റ്റോറൻറ്റ്സാണ്. എത്രയോ ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെ നമ്മൾ കാറിലിരുന്ന് കാണും, അല്ലെങ്കിൽ വണ്ടിയിലിരുന്ന് കാണും പുതിയൊരു റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്നു. കാര്യം റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. അത് തുടങ്ങുന്ന ആൾക്കാർക്ക് കൊല്ലത്തിനെ വിശ്വസിച്ച്, കൊല്ലംകാരുടെ അഭിരുചി അനുസരിച്ച്, അവരുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഇതുകൊണ്ടൊരു ജീവിതം എന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന കാശും കടം മേടിക്കുന്ന കാശും ഒക്കെ വളരെ അലങ്കരിച്ചൊക്കെ വെക്കും. നമുക്കും സന്തോഷമാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ ഇപ്പം ബൈപ്പാസൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര റെസ്റ്റോറൻ്റായിരുന്നു വളരെ വിജയകരമായിട്ട് നടക്കുന്ന കാണാം. പിന്നെ ഒരു ദിവസം അതുവഴി വരുമ്പോൾ അത് പൂട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് തന്നെ വിഷമം തോന്നുന്നു, എത്ര രൂപ മുടക്കിയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള ഒരു കാര്യം അവിടുത്തെ ഫുഡ് മോശമാണ്. നല്ല ഗംഭീരമായ ഒരു ചിന്തയാണ് ഈ 3 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോസും കൂടെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഗവയ ഹോസ്പിറ്റലിലെ ആ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് എല്ലാവർക്കും അതിൻ്റെയൊക്കെ ഉള്ള ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, ഒരു എന്താ പറയുന്നത്, പിന്നെ അനുഗ്രഹം ഒക്കെ വളരെ വലുതാണ്. കാര്യം സാധാരണക്കാരനാണ് അതിൻ്റെ ഗുണം പോകുന്നത്. നമുക്ക് കാണാൻ പറ്റും, നമ്മളെ പ്രൊഫഷനാണ്. ഞാൻ നിങ്ങളെ എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പാത്രം, ഇതൊരു അക്ഷയ പാത്രമാണ്. സാറിന് ഇഷ്ടപ്പെട്ട ഒരു ആഹാര പദാർത്ഥത്തെ പറ്റി മനസ്സിൽ ചിന്തിക്കുക. ഓക്കെ, സാറിന് ഇഷ്ടമുള്ള ഒരു ആഹാരം ജസ്റ്റ് ഒന്ന് പറയാമോ? അല്ല സാർ, സാറിന് ഇഷ്ടം ഇത് മാജിക്കാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ മനസ്സിൽ തോന്നുന്ന കാര്യം സാറ് ഇവിടെ നമ്മുടെ എന്താ പറയുന്നത്, സാറ് ടെലിവിഷൻ ചോദിച്ചു പോട്ട് ജിലേബി എന്നല്ലേ? ഓക്കെ, 1 2